ലോകം ഇന്ന് വളരെ സന്തോഷത്തോടും ആവേശത്തോടും കൂടി ആഘോഷിക്കുന്ന ഒരു സുദിനമാണ്. ആദർശത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാവനമായ സ്മരണ ഉയർത്തിപ്പിടിക്കുന്ന ഈ സുദിനത്തിൽ ലോക മുസ്ലിമീങ്ങൾ മക്കയിൽ സമ്മേളിക്കുന്നു. അത് വലിയ ഒരു ആഘോഷമായിട്ടാണ് ലോകത്തെല്ലാ മുസ്ലിം ജനവിഭാഗവും ആഘോഷിക്കുന്നത്. ആ ആഘോഷത്തിൽ ഇന്ന് മീഡിയ വണ്ണിൻ്റെ മൈലാഞ്ചിപ്പാട്ട് എന്ന ശാഖ വളരെ സജീവമായി പങ്കെടുക്കുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഗായകന്മാർ, ഗായികമാർ, ഈ ഓർക്കസ്ട്ര തുടങ്ങി നമ്മൾ ഇന്നിവിടെ കൂടിയതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ VM കുട്ടിയാണ്. അദ്ദേഹം മാപ്പിള കലാ രംഗത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അഗ്രഗണ്യനും ഉന്നത സ്ഥാനീയനുമാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും മാപ്പിളമാരല്ല, മലബാറിലെ മുസ്ലിമീങ്ങളെയാണ് മാപ്പിളമാർ എന്ന് പറയുക. അവർക്ക് അവരുടേതായ ഒരു സംസ്കാരവും പാരമ്പര്യവുമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ ഉൽപ്പന്നമാണ് മാപ്പിള സാഹിത്യവും മാപ്പിളപ്പാട്ടും. മാപ്പിളപ്പാട്ടിൽ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് കല്യാണപ്പാട്ട്. ഈ കല്യാണപ്പാട്ടിൻ്റെ പഴയ കാലത്തെ ഓർമ്മകൾ പുതുക്കുമ്പോൾ പലതും നമുക്ക് സംസാരിക്കാനുണ്ടാവും. VM കുട്ടി അതിനെപ്പറ്റി അനുഭവസ്ഥനും ഒരുപാട് കാലത്തെ പഠനം നടത്തിയ ഒരാളുമാണല്ലോ. അതുകൊണ്ട് എന്തായിരുന്നു പഴയ സ്ഥിതി എന്ന് നിങ്ങളുടെ ഓർമ്മയിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തിരക്കടില്ല. മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് കല്യാണത്തിലാണ് ഏറ്റവും അധികം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കേട്ടിരുന്നത്. അപ്പോൾ ഈ കല്യാണത്തിൽ പാട്ടുകളില്ലാത്ത ഒരു കല്യാണം ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്. കല്യാണപ്പാട്ടിൻ്റെ ഡേറ്റ് കിട്ടാതെ കല്യാണം നിശ്ചയിക്കൂല. ഇല്ല, പഴയ കാലത്ത് പാട്ടുകാരുടെ ഒഴിവ് നോക്കിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറനാട് വള്ളുവനാട് താലൂക്കിൽ അത്ര നിർബന്ധമില്ലെങ്കിലും കൂടി വടക്കേ മലബാറിൽ കാസർഗോഡ്, പയ്യന്നൂർ, പിന്നെ കണ്ണൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ കല്യാണത്തിന് വരുന്ന സംഘങ്ങളുണ്ട്. അവരും വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ വന്നാൽ കല്യാണ വീടിൻ്റെ പടിപ്പര വരെ വന്ന് നോക്കും. എന്നിട്ട് ഈ പുതിയാപ്പളയുടെ വീട്ടിലെ ആളുകൾ വന്നിട്ട്, പാട്ടുകാർ വന്നിട്ട് എതിരേറ്റ് കൈ പിടിച്ച് ഇവരെ വീട്ടിലെ അകത്തളത്തിലോ പന്തലിലോ കൊണ്ട് ഇരുത്തണം. ഇരുത്തിയിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും വരുന്ന സംഘക്കാരുടെ എതിരേൽക്കണം. ഇങ്ങനെ ഓരോ വീട്ടുകാരെയും ഓരോ കുടുംബാംഗങ്ങളെയും എതിരേറ്റ് പന്തലിലേക്ക് ആനയിക്കണം. ഏതെങ്കിലും ഒരു വീട്ടിന് വിട്ടുപോയാൽ, ഒരു കുടുംബത്തെ വിട്ടുപോയാൽ അവർ അന്നേരം പിണങ്ങിപ്പോവും. പിന്നെ കുടുംബ ബന്ധത്തിന് വരെ ഉലച്ചിൽ തട്ടും. കല്യാണ വീടുകളിൽ പണ്ട് കാലത്തൊക്കെ 2 പന്തലാണ്. ആണുങ്ങൾക്ക് ഒരു പന്തലും പെണ്ണുങ്ങൾക്ക് വേറെ പന്തലും. ഇതേമാതിരി തന്നെ പാട്ടുകാരും ആണുങ്ങൾക്കൊരു പാട്ട് സംഘം, പെണ്ണുങ്ങൾക്ക് വേറൊരു പാട്ട് സംഘം. ഇവർ രണ്ടുപേരും അതാണ് ഈ വട്ടപ്പാട്ട്. വട്ടപ്പാട്ട് അതായത് ആണുങ്ങളുടെ പന്തലിലേക്ക് പെണ്ണുങ്ങൾക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല, സ്ത്രീകളുടെ പന്തലിലേക്ക് ആണുങ്ങൾക്കും പ്രവേശനം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പാട്ടുകാരികളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ കല്യാണത്തിന് പുതിയാപ്പിള ചമഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മുറ്റത്തൊരു കസാര ഇട്ടും. കസാര ഇട്ടിട്ട് അതിൽ പീഠിട്ടിട്ട് അതിൽ മണവാളിനെ ഇരുത്തും. എന്നിട്ട് ഈ പാട്ടുകാരുണ്ടല്ലോ, ആണുങ്ങളുടെ വീട്ടിലുള്ള പുതിയാപ്പിളൻ്റെ വീട്ടിലുള്ള പാട്ടുകാർ വന്നിട്ട് ഈ പുതുമാരൻ്റെ ചുറ്റും നിന്നുകൊണ്ട് തശ്രീഫ് ഒപ്പന പാടും. അത് കേട്ടിട്ടുണ്ട് ധാരാളം. നിങ്ങളൊക്കെ കല്യാണത്തിനുണ്ടായിരിക്കുമല്ലോ പഴയ കാലത്ത്. ഈ എല്ലാ വീടുകളിലും പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പാടുന്ന പാട്ടത്. അത് കോഴിക്കോട്ടുകാരനായ പിന്നെ മാട്ടുമ്മൽ കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ആളുടെ തശ്രീഫ് പാട്ടാണ്. ആ പാട്ടാണ് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പാടിയിരുന്നത് പഴയ കാലത്ത്. തശ്രീഫും മുബാറകാദരവായ നബിയും മത്തിമാർക്ക് താനമാനിത മാനമാൽ മേലായ നബിയും മത്തിമാർക്ക്. തശ്രീഫും മുബാറകാദരവായ നബിയും മത്തിമാർക്ക് താനമാനിത മാനമാൽ മേലായ നബിയും മത്തിമാർക്ക്. മാലിക്കുൽ റഹ്മാൻ തൻ്റെ അരുളിനാലേ മഹമൂദർ നബിതമൈ പേരുന്ന രാവ്. മാലിക്കുൽ റഹ്മാൻ തൻ്റെ അരുളിനാലേ
മഹമൂദർ നബി തമൈ പേരുന്നരാവ് പെരിയവൻ അരുത്തിരു പരനുടെ നബിയ പെരിയിര വരുണ എരികണി വദന പുരി ഉലകമിലൊരു മറവിട മദിന പെരിയവൻ അരുത്തിരു പരനുടെ നബിയ പെരിയിര വരുണ എരികണി വദന പുരി ഉലകമിലൊരു മറവിട മദിന പുതുക്കം പെട്ടാതൻ എന്ന സുവർഗത്തിനും പൂകൾ പെറ്റ തൂകിലും ദോസ്താതിർ പച്ചപ്പും മണിമുത്ത് മുഹമ്മദിനാൽ മഹമൂദർ നബി തമൈ പേരുന്നരാവ് മാണിക്യ മണിമുത്ത് മുഹമ്മദിനാൽ മഹമൂദർ നബി തമൈ പേരുന്നരാവ് പുതുമാരൻ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു പോക്കുണ്ടല്ലോ, പുതിയാപ്പിള പോകുക എന്ന് പറയുന്നത്. അത് ഇക്കാലത്തൊക്കെ കാറും ബസ്സും പല വാഹനങ്ങളും അന്ന് നടന്നാണ് പോയിരുന്നത്. ഞാനൊക്കെ എൻ്റെ പുതിയാപ്പിള പോയിരുന്നത് 3 നാഴിക നടന്നിട്ടായിരുന്നു പോയത്. അത് തലയിൽ ഒരു പെട്രോൾ മാക്സ് വെച്ചും കൊണ്ടൊരാള്, പിന്നെ ബാക്കിയുള്ള ആളുകൾ അന്ന് കൊടിയും പിടിക്കും, രാത്രി കൊട പിടിക്കും ഒരാൾ. അത് പിന്നെ മണിത്തോഴെന്ന് പറയും. ഈ രാത്രിയിൽ കൊട പിടിക്കൽ പ്രമാണിത്വത്തിന്റെ ഭാഗമാണെന്നാണ് വിചാരിച്ചിരുന്നത്. അതെ. പക്ഷെ അത് ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ്. അവര് പിന്നെ കൊട പിടിച്ചിട്ടാണ് പോകുക. ആ സമയത്ത് പാടിയിരുന്ന പാട്ടിനാണ് വഴിനീളം. വഴിക്ക് നിറയെ പാടുക. അതിലാണ് വഴിനീളം എന്നുള്ള പേര് വന്നത്. അത് എന്താന്ന് വെച്ചാല് പിന്നെ എല്ലാവരും കൂടിയിട്ട് പാടുന്ന ഈ വഴിനീളം പാട്ടില് പഴയ മാപ്പിള കവികൾ എഴുതിയ ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാൽ തീർത്തും മലയാളീകരിച്ച് മലയാള ഭാഷയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ ചാക്കീരി മൊയ്തീൻകുട്ടി എഴുതിയ ഒരു പാട്ടുണ്ട്. ചാക്കീരി മൊയ്തീൻകുട്ടിയുടെ നിധിമതിമാൻ എന്നുള്ള പാട്ട് വഴിനീളത്തിൽ പാടിയിരുന്നു. അതോ 2 വരി ഒന്ന് പാടി നോക്കണം. ജഗതി വിളങ്ങും മണിനബീജറ സമരണ്ടിൽ നിറമലാനതിലതി സുഹൃത പടയിൽ പൊരുതുകയാ പുതുമരൻ ഇതാ വരുന്നേ തന തന തന്ത